അപ്പൊ പള്ളി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ വിശുദ്ധരാകുന്ന മുഅ്മിനീങ്ങളെ പള്ളിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം തന്നെ നോക്ക്. ഒരു പ്രത്യേകമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്താണെങ്കിലും മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂം ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. ഒന്ന് പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് സൂചന. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, പള്ളിനെ നിർമ്മിക്കപ്പെടുമ്പോൾ അത് തഖ്വന്റെ മേലിലാവണം അതിന് ശില നൽകേണ്ടത്. തഖ്വന്റെ മേൽ ശില നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിക്കുക, അതിന് ഹറാമായ പരീക്ഷകളൊന്നും വരാതിരിക്കുക. അത് നിർമ്മിക്കപ്പെടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട കരങ്ങളൊക്കെ വിശുദ്ധന്മാരാവുക, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വവും മറ്റും നൽകുന്നത്. അതിനാവശ്യമാവുന്ന പ്രത്യേകമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുനാസബാത്ത് ചടങ്ങുകളിലൊക്കെ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. ഇതൊക്കെ ഒരു പള്ളിന്റെ ശില നൽകുമ്പോൾ ആ ശിലനോട് ബന്ധപ്പെട്ടതായ മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ്. അങ്ങനെ തഖ്വന്റെ മേലൊരു പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അത് വിശുദ്ധമായ പണാവണം. നിങ്ങൾ കണ്ടില്ലേ, ജാഹിലിയത്തില് കഅബം ഒരു പല പ്രാവശ്യം അതിനെ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മലായിക്കത്ത് ഉണ്ടാക്കിയാക്കി പിന്നെ മഹാന്മാരാവുന്ന പല അമ്പിയാക്കന്മാരും അതിനെ പുനർനിർമ്മാണം നടത്തി. അങ്ങനെ മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അതിനൊരു പുനർനിർമ്മാണം നടത്തി. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ദുആ ചെയ്തു. ഇബ്രാഹിം നബി ദുആ ചെയ്തു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആമീൻ ചൊല്ലി. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്കുണ്ട്. ഒരു പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ മഹാന്മാർ ദുആ ചെയ്യും, ഒപ്പമുള്ളതായ ആളുകൾ അതിന് ആമീൻ പറയാം. അതൊക്കെ പള്ളി നിർമ്മിച്ചതിന്റെ പണി പൂർത്തിയായാൽ ചെയ്യേണ്ടതാണ് എന്നതിലേക്ക് ഉള്ള സൂചനകളാണ്. അങ്ങനെ ആ പള്ളിയൊക്കെ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം പല അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും വിശുദ്ധമാവുന്ന കഅബത്തിനെ അത് പുനർനിർമ്മിക്കപ്പെട്ടു. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നബി ഔദ്യോഗികമായിട്ട് ആ ദഅവത്തിനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അത് 40-ലാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നബി കുട്ടിയാവുമ്പോൾ കഅബത്തിനെ പുനർനിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. അന്നുള്ളവർ എല്ലാവരും മുവഹിദീങ്ങൾ, അല്ലാഹു വാഹിദാണെന്ന് വിശ്വസിക്കുന്നവരല്ല. അല്ലാഹു വാഹിദാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ടായി. ഒരു നബിമാരെ കൊണ്ട് വിശ്വസിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദാണെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടർ, അതായത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ അന്ന് അവരോടുണ്ടായിരുന്നു. അവരോടുള്ള കൽപ്പന എങ്ങനെയാണ്? ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് നിങ്ങൾ പിൻപറ്റുക, അതും ഇസ്ലാം ദീനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പ്രചരിപ്പിച്ചത് വിശുദ്ധമായ ഈ ഇസ്ലാം ദീനാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ആളുകളുണ്ടായി. അവിടെ മറ്റു ചിലരുണ്ടായി. എന്താ? അവര് ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു. മറ്റു ചിലർ നിരീശ്വരവാദികളുണ്ടായിരുന്നു. അപ്പൊ നിരീശ്വരവാദികളും ബഹുദൈവ വിശ്വാസികളും അല്ലാഹു വാഹിദാണെന്ന് വിശ്വസിച്ച ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശുദ്ധമാകുന്ന ആ മില്ലത്ത് കൊണ്ട് വിശ്വസിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഇവരെല്ലാരും കൂടി തീരുമാനിച്ചത് എന്താ? കഅബം ജാഹിലിയത്തിലും നമ്മൾ ആദരിക്കപ്പെടുന്ന വിശുദ്ധമായ ഭവനാണ്. അതുകൊണ്ടാണ് ജാഹിലിയത്തിൽ ജീവിച്ച കവികളൊക്കെ കഅബത്തിനെ പറ്റി പറഞ്ഞു. അഖ്സംതു ബിൽ ബൈതി ലദീ ത്വാഫ ഹൗലഹു റിജാലുൻ ബനൗഹു മിൻ ഖുറൈശിൻ വയുഹുമി. ഖുറൈശ് യുഹുമിൽ നിന്നുള്ളതായ ആണുങ്ങൾ അവർ നിർമ്മിക്കുകയും അവര് ഇതിനെ തവാഫ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഈ പുണ്യമായ ഭവൻ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നത്. അപ്പൊ സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമുള്ള ഒരു ഭവനാണ് കഅബെന്ന് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് കഅബ നിർമ്മിക്കുമ്പോൾ വിശുദ്ധമായ പണം. അവര് അവിശുദ്ധമാണെന്ന് മനസ്സിലാക്കുന്ന പണങ്ങളൊക്കെ അവർ തട്ടി. ഒരു വേശ്യാവൃത്തി ചെയ്ത് കൊണ്ടുവന്ന പണമാണെങ്കിൽ അവർ സ്വീകരിച്ചില്ല. ചൂതാട്ടുകാരൻ ചൂതാടി കൊണ്ടുകൊണ്ടുവന്ന പണം അവർ സ്വീകരിച്ചില്ല. അവരെ വിശ്വാസം അനുസരിച്ച് നല്ല പണം മാത്രം സംഭരിച്ചു നോക്കുമ്പോൾ കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ തറമ്മൽ നിർമ്മിക്കാൻ മാത്രമുള്ള പണം അവരെടുത്തുണ്ടായില്ല.
അതുകൊണ്ടാണ് പിന്നീട് റസൂൽ പറഞ്ഞത് ഖദീജ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ലൗലാ ഖൗമുകി ഹദീസു വഅദി ബിൽ ഇസ്ലാം ലബനൈതുൽ കഅബത അലാ ഖവാഇദി ഇബ്രാഹിം. ആയിഷ ഈ കൂട്ടരുണ്ടല്ലോ ഇപ്പോൾ മുസ്ലിമായി വന്നവരാണ്, പെടുന്ന ഈ കഅബത്തിന്റെ ഈ തറമ്മലൊരു പരിവർത്തനം ഞാൻ നടത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവരൊന്നും കൈവെക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ തറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തതായ ആ തറ ഇപ്പൊ ഇവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അത് അന്ന് അത്രയും അവർക്ക് പൈസ, നല്ല പൈസ കൊടുക്കുമ്പോ അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവരങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയാവുന്ന കാലഘട്ടത്തിൽ കഅബത്തിന് പുനർനിർമ്മാണം നടത്തിയപ്പെടും. അപ്പൊ അങ്ങനെ ഒരു വിശുദ്ധമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയ ഒരു ഭവനായിരുന്നു കഅബ. അത് അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ പണം വിശുദ്ധമായ പണമാവണം. അതിനെ വിശുദ്ധന്മാരെ കൈകളെ കൊണ്ടാവണം. അതിന്റെ നമ്മൾ വിശുദ്ധന്മാരാണ്, നമ്മൾ സ്വാലിഹീങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവരെ കൊണ്ടാവണം. അതിന്റെ പ്രധാനപ്പെട്ട മുനാസബ ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഈ പള്ളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പള്ളികളെ സംബന്ധിച്ച് അതിന് ആ പള്ളിയുടെ സ്വഭാവം, ഒന്ന് നിർമ്മാണത്തിലുള്ള സ്വഭാവം, മറ്റൊന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്വഭാവം. നിർമ്മിച്ചു കഴിഞ്ഞാലുള്ള സ്വഭാവം എങ്ങനെ ആവണം? ഫീഹി റിജാൽ. അവിടെ കണ്ടോ, ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട പള്ളിയല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും ഖുലഫാഉൽ അർബഅത്തിന്റെ കാലഘട്ടത്തിലൊന്നും സ്വദേശികളാവുന്ന പെണ്ണുങ്ങളും സ്വദേശിനികളാവുന്ന പെണ്ണുങ്ങളൊന്നും ജമാഅത്തിനും പങ്കെടുത്തില്ല. കാരണം ജുമാ അവർക്ക് നിർബന്ധം തന്നെ ഇല്ല. ആണുങ്ങൾ പോകുന്ന ജമാഅത്തിൽ അവർ പങ്കെടുക്കാതിരിക്കലാണ് ഉത്തമം. അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത് അവരെ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ ഒരു ശാസ്ത്രീയമായ റസൂലുള്ളാഹി നിരോധിച്ചു. പെണ്ണുങ്ങളെ തടയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ തടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ആ പെണ്ണുങ്ങൾ സ്വയം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ മാർഗമാണ് ഞാൻ ആവിഷ്കരിച്ചത് റസൂൽ പറയുന്നത്. എന്താ ആ മാർഗം? പെണ്ണുങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ആ പെണ്ണ് വളരെ മുഷിഞ്ഞ വസ്ത്രത്തിലും ആളുകൾ കണ്ടാൽ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ സമീപത്ത് കൂടി പോകുമ്പോൾ ഓടിപ്പോയുന്ന രൂപത്തിലുള്ളതായ ഒരു ദുർഗന്ധം അവളിൽ നിന്നുണ്ടാവണം. ആ നിൽക്കാണ് അവൾ പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെണ്ണും പുറപ്പെടുക എന്നല്ലേ ഇതിനർത്ഥം. അവ പെണ്ണുങ്ങൾ സ്വന്തമായിട്ട് ജുമാ ജമാഅത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആവശ്യമാവുന്ന നിലക്ക് ഒരു ശാസ്ത്രീയമായ നിൽക്കുന്നതായ ഒരു സംവിധാനമാണ് റസൂൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തടയണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തടയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല പെണ്ണുങ്ങളാണെങ്കിൽ ആ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കത്ത് പോയി നോക്കണോ, മദീനത്തൊക്കെ പോയി അവിടുത്തെ ഇമാമിയങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, എന്താടാ ഇത് ചന്തയല്ല എന്നാ പറയുന്നത്. പെണ്ണുങ്ങൾക്ക് കേരി കണ്ട് ഇവിടെ അവർക്ക് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് പോകണം, അവർക്ക് വിഹരിക്കാനുള്ള സ്ഥലമല്ല അവിടെ. തവാഫിന് വരിക, തവാഫ് കഴിഞ്ഞ് കുടുങ്ങിയിക്കാണെങ്കിൽ അവിടെ നിസ്കരിക്കാനുള്ളതായ സൗകര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം വിദേശികളായ പെണ്ണുങ്ങളായതുകൊണ്ട് അവിടെ നിസ്കരിച്ചു പോവുക. ഈ ചന്തയിൽ കളിക്കണമായിരിക്കും പെണ്ണുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. പിന്നെ അവിടെ പെണ്ണുങ്ങൾ പോണില്ല, അവിടെ പെണ്ണുങ്ങൾ പോണില്ല എന്ന് ചോദിക്കണ ചില കള്ളന്മാരുണ്ടല്ലോ അവിടെ. അവിടെ എന്തിനു പോകണം? അവർ പോകുന്നത് തവാഫിലാണ് പോകുന്നത്. കുടുങ്ങുമ്പോൾ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അനുമതി മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പള്ളിയിൽ ഉണ്ടാവേണ്ടത് പെണ്ണുങ്ങളാണ്, അതാണ് അല്ല ആണുങ്ങളാണ്. അതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന പള്ളി. ആ ആണുങ്ങളുടെ സ്വഭാവം എങ്ങനെയാവണം എന്നറിയാം. യുഹിബ്ബൂന അൻ യതഫഖഹു, പൂർണ്ണ വിശുദ്ധന്മാരാവാൻ ഇഷ്ടപ്പെടുന്ന ആണുങ്ങളാവണം. യഥാർത്ഥമാവുന്ന വിശുദ്ധി ഒരു മനുഷ്യനിൽ ഉണ്ടായിത്തീർന്നാൽ അവൻ എന്താവുന്ന അവനിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് എല്ലാം ഗുണമായി. മലായിക്കത്തിന് സന്തോഷമായിരിക്കും. യഥാർത്ഥ മുഅ്മിനോട് ഉണ്ടാവുന്നവർക്ക് അല്ലാഹുവിന്റെ സർവ്വ മുഖദ്ദസായ അർവാഹുകളും സന്തോഷിക്കും. ഇവിടുത്തെ സർവ്വ മനുഷ്യർ സന്തോഷിക്കും. ഏത് സമുദായങ്ങളാണെങ്കിലും, ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റുള്ള ഏത് വിശ്വാസക്കാരും സന്തോഷിക്കും. കാരണം യഥാർത്ഥ മുഅ്മിനുള്ള പള്ളിയിൽ നിന്നുണ്ടാവുന്നത് അവനെ കൊണ്ട് ഒരു അനർത്ഥം നമ്മൾക്ക് ഉണ്ടാവില്ല. ഓരോ മതസ്ഥരോടും പെരുമാറേണ്ടതായ ആ ഉന്നതമാവുന്ന സ്വഭാവം അനുസരിച്ചായിരിക്കും അവൻ പെരുമാറണം. ഇവിടുത്തെ വെള്ളം സന്തോഷിക്കും. റസൂൽ പറഞ്ഞില്ലേ, സമുദ്ര തീരത്തിലാണെങ്കിലും നല്ല മഴ വർഷിക്കുന്ന സമയത്താണെങ്കിലും ഇഷ്ടമായി എനിക്ക് വെള്ളം ഉണ്ടെങ്കിലും വെള്ളത്തിൽ നീ ദുർവിനിയം ചെയ്യരുത്, ആ വെള്ളത്തിൽ നീ മിതത്വം പാലിക്കണം. അപ്പൊ എന്താ, നല്ല മഴ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അതിന് നമ്മൾ മിതത്വം പാലിക്കണം.
അപ്പൊ വെള്ളത്തിന് ഇഷ്ടമാണ് ഈ കാലം. ഈ യഥാർത്ഥ മോമിന് ഇവിടെ ഉണ്ടാവുന്നത്. ആ യഥാർത്ഥ മോമിനെ സൃഷ്ടിക്കപ്പെടുന്നത് പള്ളിയിൽ കൂടിയാണ്. അങ്ങനെ ഇവിടുത്തെ സർവ്വ വസ്തുക്കളും മൃഗങ്ങൾ സന്തോഷിക്കും. മൃഗങ്ങൾക്കുള്ള ഹക്കുകൾ എന്താ? അതൊരു മോമിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടാം. ആ ഹക്കുകൾ ഒരു മോമിന് ചെയ്തു കൊടുക്കും. ഇവിടുത്തെ മരങ്ങളോട് വേണ്ടതായ കടപ്പാടുകളുണ്ട്. മരത്തിന് ആവശ്യമാവുന്ന സൗകര്യങ്ങൾ, മരത്തിന് നമ്മൾ നനച്ചു കൊടുക്കണം, മനസ്സിനോട് ബന്ധപ്പെട്ട നട്ടു വളർത്തണം. അപ്പൊ മരങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ സർവ്വ വസ്തുക്കളും സന്തോഷിക്കും ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ. അപ്പൊ പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല സന്തോഷിക്കണം, ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അല്ലാഹുവിന്റെ മഖ്ലൂഖാത്ത് ഏതെല്ലാണ്ടോ ആ മഖ്ലൂഖാത്തുകൾ മുഴുവനും സന്തോഷിക്കുക. ആ നിൽക്കുന്നതായ ഒരു പള്ളി ഒരു നല്ലൊരു മനുഷ്യന്റെ ഉടമസ്ഥൻ, എന്താണ് മൂപ്പരുടെ പേര്? യൂസുഫ് അലി. അവരിവിടെ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിരിക്കുകയാണ് ഒരു പള്ളി. അപ്പൊ ഈ പള്ളിയിൽ കൂടി നമ്മൾ ആ പള്ളിയിൽ നിന്നുണ്ടാവേണ്ട സ്വഭാവങ്ങളാണ് മഹാനാവുന്ന ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞതുപോലെ ലാ യുംകിനുൽ ഇൻസാനു അൻ യതവസ്സല ഇലല്ലാഹി സുബ്ഹാനഹു വ തആല അൻ യസീറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. നമ്മൾ അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മളുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ആ പ്രയാണത്തിലാണ് നമ്മളുള്ളത്. ആ പ്രയാണം ഇവിടെ സാധ്യമല്ല ഒരു മനുഷ്യനിക്ക് ഇല്ലാ ബി ഈമാനിൻ സ്വഹീഹ്. ഒന്ന് സ്വഹീഹായ ഈമാൻ ഉണ്ടാവണം. ഈമാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല. വിശ്വസിക്കേണ്ട സംഗതികളെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മാത്രം പോരല്ലോ. ആ വിശ്വാസത്തിന്റെ രൂപത്തിലാവണം. ഇപ്പൊ കണ്ടില്ലേ, അമ്പിയാക്കന്മാരെ പറ്റി നമ്മൾ വിശ്വസിക്കണം. എന്താ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അമ്പിയാക്കന്മാരെ പറ്റി വിശ്വസിക്കണം. എന്താ? അവർ മഅ്സൂമികളാണ്. അവരിൽ ഇത് ദോഷം ഉണ്ടാവാൻ പാടില്ല. ഒരു ദോഷം ഉണ്ടാവാൻ പാടില്ല. ഒരു കറാഹത്ത് എന്നല്ല, ഖിലാഫുൽ ഔല പോലും അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ദോഷമല്ല, നല്ലതിന്റെ മാറ്റം എന്ന് പറഞ്ഞതും നിരോധിക്കപ്പെട്ടത് തന്നെ. അതുപോലും അമ്പിയാക്കന്മാരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ നമ്മളിലൊക്കെ നൽകുന്ന ഒരു ഫിത്രത്ത്, ഒരു പ്രകൃതി സ്വഭാവമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരിൽ നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും മനുഷ്യൻ എന്നുള്ള നിൽക്കുന്നാവുന്ന സർവ്വവൃത്തികേടുകളിൽ നിന്നും മോചനം നൽകപ്പെട്ട, നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമായ ഫിത്രത്തായിരിക്കും അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അവരിന്ന് ദോഷം ഉണ്ടാവില്ല. അവർ മലായിക്കത്തിന്റെ മനുഷ്യരാവരോട് കൂടെ തന്നെ മലായിക്കത്തിന്റെ ആ സ്വഭാവങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടവരുണ്ട്. മലായിക്കത്തായവരോട് കൂടെ മലായിക്കത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്ന അതിശക്തിയില്ല. കാരണം നന്മയെ മലായിക്കത്തിന് ഉണ്ടാവുള്ളൂ. മനുഷ്യനാവരോട് കൂടെ മലായിക്കത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ഉയർത്തപ്പെടാം. അപ്പോഴാണ് അതിലാണ് പവറുള്ളത്. അതാണ് മഹാന്മാരാവുന്നതായ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരെ പറ്റി നമ്മൾ വിശ്വസിക്കണം. എന്താ? അവർ പാപ സുരക്ഷിതരാണ്. പാപ അവരിൽ ഉണ്ടാവാൻ പാടില്ല. നേരെ മറിച്ച് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാർ നോക്കണം, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി നോക്ക്, തബ്ലീഗ് ജമാഅത്ത്, ഇവരൊക്കെ അമ്പിയാക്കന്മാർ പാപകളാണ്. അവരിൽ നിന്ന് പാപം ഉണ്ടാവാന്ന മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ കൊണ്ട് തെറ്റിയിപ്പിക്കുന്ന ഇവരൊക്കെ പറയും. അപ്പൊ അത് വിശ്വാസം സഹിയായ വിശ്വാസമല്ല. അപ്പൊ ഒരു മുഅ്മിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ആ സൈർ, ആ പ്രയാണം സാധ്യമാവണമെങ്കിൽ അത് ശരിയായ വിശ്വാസമാവണം. അപ്പൊ അത് അമ്പിയാക്കന്മാരെ പറ്റി വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണം, ആ മലായിക്കത്തിനെ പറ്റി വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കണം. എന്നാൽ അവരുടെ സഹിയായ വിശ്വാസമാണ്. വിശ്വാസപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നല്ല നൂറ്റാണ്ടിൽ നിന്ന് പ്രഖ്യാപിച്ച ആ 3 നൂറ്റാണ്ടിലുള്ളതായ ജനങ്ങളിൽ നിന്നും അവർ വിശ്വാസാചാരങ്ങളായി കൊണ്ട് കാണുന്നതാവണം. ആ വിശ്വാസത്തിന്റെ അപ്പുറം പോകാൻ പാടില്ല. ഉദാഹരണമായിട്ട് നോക്ക്, സഹാബത്ത് പറയലേ ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ പകലുണ്ടെന്ന് ഞങ്ങൾ, ശ്രേഷ്ഠരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഇത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു അബൂബക്കർ അലാ ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്ക് പകലുണ്ടെന്ന് വിശ്വസിച്ചു. ഉമർ അലാ ഉസ്മാൻ, ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനേക്കാൾ പകലുണ്ടെന്ന് വിശ്വസിച്ചു. ഇതായിരുന്നു സഹാബത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് അവിടുത്തെ ഷിയാക്കൾക്ക് ഉണ്ടാകുന്നത്. ഷിയാക്കൾ നോക്ക്, അലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, യാതൊരു സംശയമില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഒരുപാട് ഗുണങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനവും, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും, അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സ്ഥാനവും കഴിഞ്ഞിട്ടേ അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം.
ഇത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതാണ് മഹാന്മാരാവുന്ന ആ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ അവരിവിടെ വിശ്വസിച്ചതായ വിശ്വാസമാവണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. മറ്റൊന്ന് എന്താ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു ഹൃദയം ഉണ്ടാവണം. ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ അവന് സംഭവിക്കുകയാണെങ്കിലും അവന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ഗുണം എന്താ, നമ്മൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യന്റെ ഓരോ അവയവങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മളെ കയ്യിൽ മനുഷ്യനാകുമ്പോൾ കയ്യിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ ആഗ്രഹം അള്ളാഹു മനസ്സിലാക്കിയോണ്ടാണെങ്കിൽ ഇന്നത് തിന്നോ ആ കയ്യോട്, ഇന്ന സാധനം പിടിച്ചോ എന്നൊക്കെ പറയും. നേരെ മറിച്ച് ചില സാധനം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അള്ളാഹു. എന്താ കാരണം? കയ്യിനിക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആ ആഗ്രഹത്തിന് അള്ളാഹു അനുവദിച്ച മേഖലയിൽ മാത്രം സാധിപ്പിക്കണം. അപ്പൊ നിനക്ക് തോന്നുകയാണ് പിടിക്കാൻ പാടില്ലാത്ത വല്ല സാധനം പോയി പിടിച്ചാൽ ചിലപ്പോ ഇവിടുന്ന് അടി കിട്ടും, ചിലപ്പോ അടിയൊന്നും ഇവിടുന്ന് കിട്ടിയില്ലാന്ന് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൈ കൊണ്ട് പിടിക്കാൻ നിനക്ക് അനുവദിച്ചു തന്നതായ സാധനങ്ങളെ ഈ കൈ കൊണ്ട് നീ പിടിക്കാൻ പാടുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ അതിരുവരമ്പുകളെ സൂക്ഷിച്ച് ജീവിക്കുന്നതായ ഒരു ഹൃദയം നിനക്ക് വേണം. നിന്റെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നതായ ഹൃദയം. നിന്റെ കണ്ണുകൊണ്ട് എല്ലാം നോക്കാൻ പറ്റില്ല. അവരെ കണ്ണുകൊണ്ട് ഇന്ന സ്ഥലത്തേക്കൊന്നും നോക്കാൻ പാടില്ല, കണ്ണ് ചിരിക്കോളണം. പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. പക്ഷെ കണ്ണ് എനിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, നോക്കണം, പക്ഷെ എല്ലാം നോക്കാൻ പറ്റില്ല. അനുവദിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. ആ നിലക്ക് അനുവദിച്ചു തന്ന സ്ഥലത്തേക്ക് നോക്കാൻ ആ നിലക്ക് നിന്നെ നിയന്ത്രിക്കുന്നതായ ഒരു ഹൃദയം നിനക്കുണ്ടാവണം. അങ്ങനെ നിന്റെ ഓരോ അവയവത്തിലേക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളെ പൂർണ്ണമായും കൊണ്ട് നിയന്ത്രിക്കണ ഒരു ഹൃദയം നിനക്കുണ്ടാവണം. അത് മാത്രം പോരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ ബൗണ്ടറിക്ക് ഉള്ളിലായി കൊണ്ട് ശരീഅത്തിനോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന പ്രവർത്തനം. കണ്ടില്ലേ, പല കള്ളന്മാരാവുന്നതായ ശേഷന്മാർ തരീഖത്തിന്റെ മശായിഖന്മാരാന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തും കടന്നുപോകും. അവരൊക്കെ യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അധികം ആളുകളും കള്ളന്മാരായി. അങ്ങനെ അവര് പറയണം ഇപ്പൊ വിൽക്കേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പൊ നിന്ന് മുമ്പോൽ കണ്ട അവൻ പല കള്ളത്തരും പറയുമ്പോൾ അതിന്റെ പിന്നിൽ പോകുന്നതായ ഒരു സ്വഭാവം. ആ സ്വഭാവം ശരിയായ തരീഖത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് ശരിയാത്തില്ല. അതിന് അപവാദമായിട്ട് ചില മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരില്ല നമ്മൾ പറഞ്ഞില്ല. അവര് അല്ലാഹു ശരീഅത്തിന്റെ വാഹിനനുസരിച്ച് അമൽ ചെയ്യാത്ത ചില ആളുകളുണ്ടാവും. അവർ ഈ തക്ലീഫിന്റെ ലോകത്തല്ല അവരുള്ളത്. അവരോട് നമ്മൾ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനാവുന്ന ശൈഖുത്തായിഫത്തുൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അവൻ ആകാശത്ത് കൂടെ പറന്നാലും സമുദ്രത്തിന്റെ നേരെ നടന്നാലും മരിച്ചവൻ അവൻ ഹയ്യാഹ് ചെയ്താലും എങ്ങനെ എഴുതാലും അവൻ വലിയ അളവ് സ്വന്തം നിലക്ക് അവൻ നല്ലവനാണെങ്കിലും അവൻ പിൻപറ്റാൻ പറ്റില്ല. ഈ നിലക്ക് ഉണ്ടാവുന്നതായ പ്രവർത്തനങ്ങൾ ശരീഅത്തിനോട് പൂർണ്ണമായും യോജിച്ചതായ പ്രവർത്തനങ്ങളാണ് ഒരു മുക്കല്ലഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. എന്നാലേ അല്ലാഹുവിലേക്കുള്ള ഈ പ്രയാണം സാധ്യമുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമാവുന്ന സ്വഭാവങ്ങളിൽ നിന്നും മുക്തബസത്ത്, അതിൽ നിന്ന് പകർത്തപ്പെടുന്ന വിശുദ്ധമായ സ്വഭാവങ്ങളും എനിക്കുണ്ടാവണം. ഇതൊക്കെ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള പ്രയാണം സാധ്യമാണ്. അതിന് അനുയോജ്യമായതായ സ്ഥലമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പള്ളി പൂർണ്ണമായി വിശുദ്ധി ഉദ്ദേശിക്കുന്നതായ ആണുങ്ങൾ മാത്രമേ, അങ്ങനെ അല്ലാഹുവിന്റെ പ്രഖ്യാപനം, ആണുങ്ങൾ ഉണ്ടാവണം എന്നല്ല, ഈ റിജാലും അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പൂർണ്ണമായ വിശുദ്ധി ഉദ്ദേശിക്കുന്ന ആണുങ്ങൾ മാത്രം ഉണ്ടാവണം. അങ്ങനത്തെ ആണുങ്ങൾ ഈ പറയപ്പെട്ടതായ സ്വഭാവങ്ങൾ ഉണ്ടാക്കി തീർത്തുകൊണ്ട് അല്ലാഹുവിലേക്കുള്ള പ്രയാണം നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നിശ്ചയിച്ച വളരെ വിശുദ്ധമാവുന്നതായ ഭവനുകളാണ് അല്ലാഹുവിന്റെ മസാജിദുകൾ. ആ മസാജിദുകൾക്കുള്ളതായ എല്ലാ ബഹുമാനവും ആദരവും ഒക്കെ ഉൾക്കൊള്ളുകൊണ്ട് മസാജിദുകളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന, പള്ളികളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ആ ഗുണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ആ നിലക്ക് പള്ളിനെ ഉപയോഗപ്പെടുത്താനും പള്ളിയിലുള്ള മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് ഇൽമുകളൊക്കെ പഠിച്ചുകൊണ്ടിട്ട് അത് ഉപയോഗപ്പെടുത്താനൊക്കെ എല്ലാവരും ശ്രമിക്കണം. ഇവിടെ കൂടി എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ പള്ളി നിർമ്മിച്ചു തന്നതായ ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി അവരുടെ കുടുംബത്തിലേക്കൊക്കെ എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനും അർഹമുർ റഹീമായ തമ്പുരാനെ നീ നൽകണേ. അതുപോലെ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഇവിടെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജിക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ അർഹമുർ റഹീമായ അല്ലാഹ് ഇതിനേക്കാൾ വലിയ വലിയ ഭവനങ്ങളിൽ സ്വർഗത്തിൽ ഒരുക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കൊക്കെ ഉള്ള ആഖിബത്ത് നന്നാക്കി തന്നെ തമ്പുരാനെ. സ്വർഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരാനെ. അതിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ അഖീദയുടെ മേൽ ഞങ്ങൾക്കും അവർക്കൊക്കെ ഉള്ള അഖീദനെ അടിയുറപ്പിച്ചെത്തി തന്നെ തമ്പുരാനെ. ഈ പള്ളിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, ഈ പള്ളിനെ ആദരിക്കാൻ, ഈ പള്ളിന്റെ എല്ലാവിധ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിക്കാനൊക്കെ ഇത് പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ അതിനുള്ളതായ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഈ മഹാന്മാരായ തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവർ ദ്വാരക്കും സാമാരൊക്കെ വഴങ്ങു പറയാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.